a little bit more into the topic, dealing with the first major classifications that you'll see in gas turbines. So tell me, yesterday I had explained what was gas turbine. എന്തായിരുന്നു gas turbine? ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ, കേൾക്കുന്നില്ലേ? Yes, sir. പറ, എന്തായിരുന്നു gas turbine? Tell me what was gas turbines. പറ, ഇന്നലെ ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതല്ലേ? Anyone? Tell me. Gas compressor mechanical energy മാറ്റും. ഗ്യാസ് കംപ്രസ് ചെയ്തിട്ട് എന്തിനാ ഈ ടേം വെച്ചിട്ടുള്ളത്, ടർബൈൻസ് എന്നുള്ളത്? ഇന്നലത്തെ ബേസിക് ഞാൻ ഇന്നലെ ഫിഗർ കാണിച്ചു തന്നു, ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു തന്നു, എന്താണ് ഗ്യാസ് ടർബൈൻ എന്നുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഗ്യാസ് ടർബൈൻ നമ്മൾ വേറെ ഏത് പേരിലും കൂടി അറിയപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരക്ഷരം പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചില്ല അല്ലേ? ബേസിക്കലി ഇപ്പൊ ആരും ബോധർ ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ എന്തെടുക്കുന്നു എന്നുള്ളതിനെ പറ്റി. കറക്റ്റ് അല്ലേ? അല്ല, എനിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. യൂണിവേഴ്സിറ്റി നിങ്ങൾ പാസ്സായാൽ മതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റുമോ? Can anybody tell me? ഇന്നലെ ക്ലാസ്സിലുണ്ടായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എനിവൺ? ഹാവ് യു ഹേർഡ് ഓഫ് സ്റ്റീം ടർബൈൻ? സ്റ്റീം ടർബൈൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ? ഇത് കേട്ടിട്ടുണ്ടോ? Yes, sir. എന്തെങ്കിലും ഒന്നിനെ പറ്റി പറയോ? എന്തിനെങ്കിലും പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഹൈഡ്രോളിക് ടർബൈൻ എന്താന്ന് പറയാൻ പറ്റുമോ? സർ വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് കഞ്ഞി വെക്കുന്ന സാധനം? വെള്ളം കൊണ്ട് ചായ തിളപ്പിക്കുന്ന, ചായ ഉണ്ടാക്കുന്ന? വെള്ളം കൊണ്ട് ചോറ് വെക്കുന്ന? ഹൈഡ്രോളിക് പവറിനെ മെക്കാനിക്കൽ പവറിലേക്ക് മാറ്റും. എങ്ങനാ? യൂസിങ് ടർബൈൻ. ഇതിലുള്ള പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ എനർജിയാ? ടർബൈൻ യൂസ് ചെയ്തിട്ട് ടർബൈൻ യൂസ് ചെയ്തിട്ട് അഞ്ചാമത്തെ മൊഡ്യൂളിലെത്തി. ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ തുടങ്ങുകയാണ് ഫ്ലൂയിഡ് മെഷീനറി, ഹൈഡ്രോളിക് മെഷീൻസ്. എന്താണ് ഒരു ഹൈഡ്രോളിക് ടർബൈൻ എന്ന് ചോദിച്ചിട്ട് ഉത്തരവില്ല. വെരി ഗുഡ്. എല്ലാത്തിലുണ്ട് ടർബൈൻ. സോ ബേസിക്കലി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഓഫ് ടർബൈൻ ആണ്.
റൊട്ടേഷൻ ഓഫ് ടർബൈൻ ഇതിലേക്ക് എത്തുന്നത്. ടർബൈൻ എന്തിനു റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത് പിന്നീടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വസ്തു അറിയില്ല, സീറോ ആണ് നിങ്ങൾ, സീറോ. ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് യൂട്ടിലൈസസ് ദ എനർജി ഹെൽഡ് വിത്തിൻ റണ്ണിങ് വാട്ടർ. വലിയൊരു എലിവേഷന് താഴേക്ക് വീഴുന്ന, ഹൈ ഫോഴ്സിൽ വീഴുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഓഫ് വാട്ടർ, റണ്ണിങ് ഫ്ലോ ഓഫ് വാട്ടറിന്റെ എനർജി യൂട്ടിലൈസ് ചെയ്ത് ടർബൈൻ ബ്ലേഡ്സ് വിൽ ബി റൊട്ടേറ്റഡ്. So direct conversion of hydraulic energy to rotation of turbine blades, that means mechanical energy, and then utilizing this rotating the energy of the rotating blades, that's this mechanical energy, directly being coupled with the motor of an electric generator or something. That means converting it into electrical energy. That is the fundamental simple one-liner explanation for a hydraulic turbine. If hydraulic turbine അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും steam turbine? What might be steam turbine? Steam turbine working fluid is obviously steam ആണ്. Hydraulic turbine, if it was running flow of water, then in steam turbine the working fluid will be simply steam. Now how will be the steam generated? Steam generate ചെയ്യുന്ന എവിടെ നിന്നാണ്? ഒരു ബോയിലർ ഉണ്ടാവും. ബോയിലറിലേക്ക് we provide heat addition to the boiler. Heat addition ചെയ്യാൻ വേണ്ടിയിട്ട് we have to burn fuel. ഓളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് വലിയ സ്റ്റീം ബോയിലേഴ്സിൽ വാട്ടർ വിൽ ബി ബോയിൽഡ്, ആൻഡ് ആഫ്റ്റർ ബോയിലിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ആസ് സൂൺ ആസ് ഇറ്റ് ഗെറ്റ്സ് ബോയിൽഡ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സാധനം എന്താണ്? സ്റ്റീമാണ്. ദാറ്റ് സ്റ്റീം വിൽ ബി ഫോഴ്സ്ഡ് ഇൻ ടു ദ ബ്ലേഡ്സ് ഓഫ് എ ടർബൈൻ, വിച്ച് ഇൻ ടേൺ വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ് ദ ബ്ലേഡ്സ്. സോ ഹൈഡ്രോളിക് എനർജിയിൽ വെള്ളം, വാട്ടറാണ് ഫ്ലൂയിഡ് എങ്കിൽ സ്റ്റീം ടർബൈനിൽ ആ വെള്ളം ബോയിൽ ചെയ്തിട്ടുള്ള സ്റ്റീമാണ് ഫ്ലൂയിഡ്. ഇൻ ഗ്യാസ് ടർബൈൻ the difference is working fluid is simply air, gas. അത് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടാണ് it seems because of that only this topic has been included in your syllabus. അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? Are able to? So gas turbine basically working fluid എന്ന് പറഞ്ഞാൽ എയർ ആണ്. So air will be utilized in rotating the blades of the turbine. And fundamentally that is happening in a gas turbine. So working fluid air ആണെന്നുള്ളൊരു ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. Then the combination of parts within a gas turbine has also a difference from that of hydraulic turbines and steam turbines. ആ വ്യത്യാസം കൂടി ഉണ്ട്. ഓക്കെ, now എന്തൊക്കെയാണ് ബേസിക് പാർട്സ് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഇറ്റ് വിൽ ഹാവ് എ കംപ്രസർ, ഒരു കംപ്രസർ ഉണ്ടാവും. ദെൻ ഒരു കമ്പഷൻ ചേംബർ ഉണ്ടാവും. Will have a combustion chamber. Mostly I'll denote it using CC. Third part will be a turbine. So since the turbine, okay, other figure explain you will understand. So these are the three major parts of an gas turbine. ഒരു ഗ്യാസ് ടർബൈൻ GT നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഗ്യാസ് ടർബൈൻ്റെ മേജർ പാർട്സ് ആണ് കംപ്രസർ, കമ്പഷൻ ചേംബർ ആൻഡ് ടർബൈൻ. ഗ്യാസ് ടർബൈൻസിലെ ഏറ്റവും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ, ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് സിസ്റ്റം, ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് സൈക്കിൾസ്, ദർ ആർ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫൈങ് ഗ്യാസ് ടർബൈൻസ്. ബട്ട് ഇൻ ജനറൽ, with respect to our syllabus point of view, or with respect to basic applications that you will be dealing with within your undergraduation,
മേജർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഗ്യാസ് ടർബൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദി വർക്കിംഗ് സൈക്കിളാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ combustion gas turbines. Constant pressure combustion gas turbines. Next one is constant volume combustion. ഇത് combustion ആണ്, gas turbine. These are the two major classifications that you will be dealing with in this module. Constant pressure combustion gas turbine, constant volume combustion gas turbine. See, from the terminology itself, it's really clear what is that meaning. കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. രണ്ടാമത്തതിൽ കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സസ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, ഇതൊക്കെ നിങ്ങൾ ഫണ്ടമെന്റൽ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നതാണ്. ആൻഡ് ദിസ് കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടർബൈനിൽ തന്നെയുള്ള ഫർദർ ക്ലാസിഫിക്കേഷൻസ് ആണ് രണ്ടെണ്ണം വരുന്നത്. ഓപ്പൺ സൈക്കിൾ. നിങ്ങൾക്ക് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് ടർബൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, കോൺസ്റ്റന്റ് പ്രഷറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് പറയാം: ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ഓപ്പൺ സൈക്കിൾ ആൻഡ് ക്ലോസ് സൈക്കിൾ, ഇതാണ് അടുത്ത ടു മേജർ സബ് ഗ്രൂപ്പ്സ് ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ കമ്പഷൻ ഗ്യാസ് ടർബൈൻ. ഈ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്യുന്നവരെ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. Okay, the difference between closed cycle and open cycle എന്താന്നുള്ളത് ബേസിക് എക്സ്പ്ലനേഷൻ. Let us start with open cycle gas turbine. എന്താണ് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ നമുക്ക് നോക്കാം. ഞാൻ ബേസിക് ഗ്യാസ് ടർബൈൻ്റെ വരക്കാം. യു ഹാവ് ടു ടേക്ക് ഡൗൺ. നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് നോക്കണം. കാരണം വെച്ചാൽ അതും ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ട് പാർട്ടാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് കംപ്രസറാണ്. ദിസ് ഈസ് ദി കംപ്രസർ. ഓക്കെ, ഇത് കംപ്രസറാണ്. ദിസ് ഈസ് ദി ടർബൈൻ. കംപ്രസറും ടർബൈനും. സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഈ നടുക്ക് ഇവിടെ ഒരു സാധനം വരച്ചിട്ട് ഇതാണ് കമ്പഷൻ ചേംബർ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. Now what happens within a gas turbine? എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം കംപ്രസറിലേക്ക് എയർ ഇൻലെറ്റ് ഉണ്ടാവും. ഒരു എയർ ഇൻടേക്ക് നടക്കും. Okay, that air basically gets compressed within the compressor. ആ compressed എയറിന് നേരെ it will be forced or flown into a combustion chamber. അത് നേരെ കമ്പഷൻ ചേംബറിലേക്ക് പോകും. കമ്പഷൻ ചേംബറിൽ എന്താ സംഭവിക്കുന്നത്? കമ്പഷൻ ചേംബറിൽ കമ്പഷൻ ആണല്ലോ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നൈറ്റ് ചെയ്യുക, കത്തുക, അതാണ് നടക്കുന്നത്. സോ ഇവിടെ
ഫ്യൂവൽ സപ്ലൈ ഉണ്ടാവും. ഫ്യൂവൽ വിൽ ബി സപ്ലൈഡ് ടു ദ കമ്പഷൻ ചേമ്പർ. സോ ആഫ്റ്റർ ഫ്യൂവൽ സപ്ലൈ ഇവിടെ നടക്കും, ഇവിടെ കമ്പഷൻ നടക്കും അല്ലേ, പൊട്ടിത്തെറി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. So combustion നടന്നതിന് ശേഷം there will be a high enormous increase in the temperature. Hot gas ആയിരിക്കും വരിക. ആ പുറത്തേക്ക് വരുന്ന ഹോട്ട് ഗ്യാസസിന് it will be directed into the turbine. This compressor and turbine is coupled within a shaft. Using a shaft they will be coupled, connected together. So ശരിക്കും പറഞ്ഞാൽ കംപ്രസറും സെൻട്രിഫ്യൂഗൽ കംപ്രസറാണ്, ടർബൈനും എന്താണ് rotating impeller turbine. So definitely this shaft will be rotating. Shaft rotating. ഈ കംപ്രസറിലേക്ക് വരുന്ന കമ്പഷൻ ചേമ്പറിന് ടർബൈനിൽ എത്തിയതിനു ശേഷം എന്താ സംഭവിക്കുക? ടർബൈൻ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ടർബൈൻ്റെ ഒരു റോട്ടർ ഉണ്ടാവുമല്ലോ, ആ ടർബൈൻ്റെ റോട്ടറും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇതിൽ നിന്ന് വരുന്ന ബാക്കി റിമൈനിങ് എക്സോസ്റ്റ് വിൽ ബി ഗിവൺ ഔട്ട്. This is exhaust. ഇതാണ് ബേസിക് representation of a gas turbine. സോ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ കംപ്രസർ എയർ ഷുഡ് ബി കംപ്രസ്ഡ് അല്ലേ. സോ നമ്മൾ ഇവിടെ കംപ്രസറിൽ വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ WC എന്ന് പറഞ്ഞാൽ വർക്ക് പ്രൊവൈഡഡ് ടു ദ കംപ്രസർ ആണ്. ആ കംപ്രസറിൽ വർക്ക് പ്രൊവൈഡ് ചെയ്തത് കംപ്രസ് ചെയ്ത് സംഭവിക്കുന്നത് എന്താ? വർക്ക് ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടുന്നത്? ടർബൈൻ ബ്ലേഡ്സിലാണ്. സോ ഈ ടർബൈൻ ഇവിടെയാണ് നമുക്ക് എന്ത് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ടർബൈൻ. സോ ഞാൻ അതിന് WT എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ വർക്ക് ഔട്ടാണ്. T എന്ന് എഴുതുന്നതിന് പകരം ഞാൻ വർക്ക് ഔട്ട്, വർക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നു. വർക്ക് കംപ്രസറിൽ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് ടർബൈൻ ബ്ലേഡ്സ് കറങ്ങിയിട്ട് അവിടെ കിട്ടുന്നു. ഇൻ ബിറ്റ്വീൻ കമ്പഷൻ ചേമ്പർ നമ്മളൊരു ഫ്യൂവൽ കൊടുക്കുന്നുണ്ട്. സോ ഫ്യൂവൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ആർ സപ്ലൈയിങ് ഹീറ്റ്. ഈ ഫ്യൂവൽ എഡിഷൻ നമുക്ക് QS ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഹീറ്റ് എഡിഷൻ. ഇതാണ് ബേസിക് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ പ്രോസസ്സ്, വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. സോ ഈ വർക്കിങ്ങിന് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് മാറ്റാം. സ്റ്റേജസ് ആയിട്ട് മാറ്റുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്, കംപ്രഷൻ നടക്കുന്നത്. എയർ ഇൻലെറ്റ് കംപ്രസറിൽ കൂടെ കംപ്രസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരുന്നു. സോ ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ്. സ്റ്റേജ് 2 ആണ് ഇത്. ദെൻ കമ്പഷൻ ചേമ്പറിൽ പോകുന്നു, ഫ്യൂവൽ ഇഗ്നൈറ്റ് ആവുന്നു, ഫ്യൂവൽ ഇഗ്നൈറ്റ് ആയി പുറത്തേക്ക് വരുന്നു. ദിസ് ഈസ് സ്റ്റേജ് 3. സ്റ്റേജ് 3 നേരെ പിന്നെ ടർബൈനിൽ എത്തുന്നു, ടർബൈൻ നേരെ പുറത്തേക്ക് വരുന്നു, എക്സോസ്റ്റ് കൊടുക്കുന്നു പുറത്തേക്ക്. ദിസ് ഈസ് സ്റ്റേജ് 4. വൺ ടു ത്രീ ഫോർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഇത് ഷാഫ്റ്റ് ആണ്. സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ നോട്ട് ചെയ്യണേ, എല്ലാ ഇതിനും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇത്. നോട്ട് ചെയ്തിനോ? Yes, sir. Yes, sir.
ആ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. Now let us represent these processes in the TS and PV diagram. TS ഡയഗ്രത്തിലും പി വി ഡയഗ്രത്തിലും നമുക്ക് ഇതൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. temperature entropy graph and pressure volume graph. ആ ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളെ കയ്യിൽ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഇതിൽ 4 പ്രോസസ്സാണ് സംഭവിക്കുന്നത്. Within those 3 components in the gas turbine, there are a total of 4 processes happening within that. അതിൽ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ആണ്, which is occurring inside the combustion. That is an isentropic process. So process 1 to 2 എന്ന് പറഞ്ഞാൽ it's an isentropic combustion. നോട്ട് ചെയ്യണേ, 1 to 2 is isentropic combustion. ഞാൻ ആദ്യം ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് പറഞ്ഞ ശേഷം ഗ്രാഫ് വരക്കാം. So process 1 to 2, this is isentropic compression. ഇതെവിടെയാ? This is occurring inside the compressor. Isentropic compression എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി 1 to 2 ആണ് isentropic compression. That means, at states 1 and 2, the entropy should remain the same. എന്തിനാണ് നമ്മൾ ബേസിക്കലി ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് അല്ലേ? ഇതൊരു റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസെൻട്രോപിക് എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്. So 1 to 2 is an isentropic compression. This is happening inside the compressor ആണ്. ഇനി 2 to 3 പ്രോസസ് എന്താണ്? വാട്ട് ഈസ് 2 to 3? 2 to 3 എന്ന് പറഞ്ഞാൽ കമ്പഷൻ ചേംബറിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ്. From state 2 to state 3, the process occurs within the combustion chamber. So combustion chamberൽ എന്താണ് ബേസിക്കലി? കമ്പഷൻ ഇഗ്നൈറ്റ് ചെയ്യുക, കത്തുകയാണ്. സോ കത്താൻ വേണ്ടി നമുക്ക് കംപ്രസ്ഡ് എയറിലേക്ക് വി ഹാവ് ടു ആഡ് ഫ്യൂവൽ. ഈ ഫ്യൂവൽ ആഡ് ചെയ്യുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി വിത്തിൻ ദ കംപ്രസർ പുറത്തേക്ക് വരുമ്പോൾ ടെമ്പറേച്ചറിന് ഇൻക്രിമെന്റ് ഉണ്ടാവും അല്ലേ? ഇറ്റ് വിൽ ബി ഹൈലി പ്രഷറൈസ്ഡ്. ആ പ്രഷറൈസ്ഡ് എൻവയൺമെന്റിലേക്ക് ഇഫ് യു സ്പ്രേ ഫ്യൂവൽ ഓർ ഇഫ് യു ആഡ് ഫ്യൂവൽ, വാട്ട് ഈസ് ബേസിക്കലി ഹാപ്പനിങ് ഈസ് എല്ലാ ഫ്യൂവലിനും അതിന് കത്തേണ്ട ഒരു ഇഗ്നിഷൻ, സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. So when you add fuel to the already compressed and hot air, ആ ഫ്യൂവൽ ആഡ് ചെയ്യുമ്പോൾ ഫ്യൂവലിന്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടുതലായിരിക്കും അതിൻ്റെ ഉള്ള എൻവയൺമെന്റ്. സോ നാച്ചുറലി ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബേൺ, അതിൻ്റെ ഉള്ളിൽ അത് പൊട്ടിത്തെറിക്കും. അതാണ് കമ്പഷന് സംഭവിക്കുന്നത്. സോ പ്രോസസ് 2 to 3 ആണ് ആ കമ്പഷൻ, ആൻഡ് വി ആർ ബേസിക്കലി പ്രൊവൈഡിങ് ദ ഫ്യൂവൽ, ഓർ അവിടെ സംഭവിക്കുന്നത് പ്രഷർ ഹീറ്റ് അഡിഷൻ. വി ആർ സപ്ലൈങ് ഹീറ്റ്. So 2 to 3 is nothing but constant pressure heat addition. ഇതാണ് പ്രോസസ് 2 to 3. ഇതെവിടെ സംഭവിക്കുന്നത്? കമ്പഷൻ ചേമ്പറിലാണ്, CC. പിന്നെയുള്ളത് പ്രോസസ് 3 to 4 ആണ്. 3 to 4 ആണ്. This happens inside the turbine. 3 നിന്ന് 4ലേക്ക് എത്തുന്നതിന് ഇടയിൽ വരുന്ന സാധനം ടർബൈൻ. സോ ടർബൈൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നതാണ് ഈ പ്രോസസ് 3 to 4 എന്ന് പറഞ്ഞാൽ. 3 to 4 എന്താ? ഈ കമ്പഷൻ ചേമ്പറിന് പുറത്ത് വരുന്ന ഹൈ ഇൻക്രിമെന്റ് ഇൻ ടെമ്പറേച്ചറിൽ വരുന്ന ഹോട്ട് ഗ്യാസസ്, അതാണ് ഈ ടർബൈൻ്റെ ബ്ലേസിനെ കറക്കുന്നത്. സോ ടർബൈൻ്റെ ബ്ലേസിനെ കറക്കുക എന്ന് പറഞ്ഞാൽ ദ ഗ്യാസ് ഓർ ദി വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് എക്സ്പാൻഡിങ് ഇറ്റ് സെൽഫ്.
ഇവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ആ എക്സ്പാൻഷൻ എങ്ങനെയാണ്? ദിസ് ഈസ് അഗെയിൻ ആൻ ഐസെൻട്രോപിക് പ്രോസസ്. സോ ദിസ് ഈസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. മനസ്സിലാവുന്നുണ്ടോ ഇത്? സോ ദീസ് ആർ ദ ത്രീ പ്രോസസ്സസ് happening inside the gas turbine or the different components of the gas turbine. 1 to 2 isentropic compression, 2 to 3 constant pressure heat addition, 3 to 4 isentropic expansion. See, definitely question ഉണ്ടാവും open cycle, closed cycle എന്താണെന്നുള്ള. You will be required to explain all these process. ഉറപ്പായിട്ടും നിങ്ങൾ explain ചെയ്യേണ്ടി വരും. Okay. Now let us look into the PV and TS diagram. ഡയഗ്രം നോക്കാം. കറസ്പോണ്ടിങ്ങിൽ നമുക്ക് പി വി ഡയഗ്രം നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? ഇറ്റ് വാസ് ഐസെൻട്രോപിക് കംപ്രഷൻ. സോ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി സെയിം ആണ്. സോ എൻട്രോപ്പി സെയിം ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ലൈനിലൂടെ വരും. ദിസ് ഈസ് സ്റ്റേറ്റ് 1, ദിസ് ഈസ് സ്റ്റേറ്റ് 2. ഇതാണ് ഐസെൻട്രോപിക് കംപ്രഷൻ. ഐസെൻട്രോപിക് കംപ്രഷനെ നമ്മൾ പ്രഷർ വോളിയം പി വി ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എൻ ഐസെൻട്രോപിക് പ്രോസസ്? വോളിയം കുറയുന്നു, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം കുറയും, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. സോ പി വി ഡയഗ്രത്തിൽ ഇതിന്റെ ഫിഗർ ഈ രീതിയിലുള്ളൊരു കർവാണ് വരിക. 1 to 2. വോളിയം ഈസ് ഡിക്രീസിങ്, പ്രഷർ ഈസ് ഇൻക്രീസിങ്. കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞില്ല, എയറിനെ കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വോളിയം കുറയുന്നു, പക്ഷെ അപ്പോഴല്ലേ അത് ഹൈലി പ്രഷറൈസ്ഡ് ആണ്. സോ ദിസ് ഈസ് ദി ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്. 2 to 3 ആയിരുന്നു. വാട്ട് വാസ് 2 to 3? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ്. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പി വി easy to mark. ഇതാണ് 2 to 3. will be remaining the same. ഈ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് യൂഷ്വലി ടി എസ് ഡയഗ്രത്തിൽ നമ്മൾ ഇങ്ങനെ കാണിക്കും. ഈ ഒരു കർവ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇറ്റ്സ് എ കർവ്. ഞാൻ വരക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? 2 to 3 പ്രോസസ് കാണുന്നുണ്ടോ? Yes, sir. ഹലോ ഹലോ ആ സാർ കാണുന്നുണ്ട്. Okay, so 2 to 3 heat addition. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ കാണുന്നുണ്ടോ? ഞാനിപ്പോ സ്ക്രീൻ ഷെയറിംഗ് നിർത്തിയിട്ടുള്ള. ഇല്ല സാർ, ആ സാർ കാണുന്നുണ്ട് ഇപ്പം. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ രണ്ടാമതും? ഓക്കെ, സോ ദിസ് ഈസ് 2 to 3 പ്രോസസ്. 2 to 3 എന്തായിരുന്നു? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഹീറ്റ് അഡിഷൻ ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ കൂടി ഇവിടെ കാണിക്കാം. അതായത് ഇവിടെ ഹീറ്റ് സപ്ലൈ WC. Okay,
Now again, isentropic expansion. Gases are expanding. That is happening inside the turbine. Turbine ഉള്ളിലാണ് നടക്കുന്നത്. So again, when you look at the TS diagram, isentropic ആണ്. So the process 3 to 4 should be a straight vertical line. Isentropic process. Entropy same ആണ് 3 4. Same isentropy അല്ലെങ്കിൽ ഒരു ഐസെൻട്രോപിക് പ്രോസസ് ഹൗ ഡു വി റെപ്രസെന്റ് പി വി ഡയഗ്രാം? ഫസ്റ്റ് 1 to 2 വരച്ച പോലെ തന്നെ സെയിം ഒരു കേർവ് ആണ് 3 to 4 വരക്കേണ്ടത്. ഈ ഐസെൻട്രോപിക് പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ ആണ്. ദാറ്റ് മീൻസ് വർക്ക് ഈസ് ബീങ് സപ്ലൈഡ് ഔട്ട് ആണ് അല്ലെ. പുറത്തെ ടർബൈനിൽ നിന്ന് പുറത്തേക്കാണ് വർക്ക് പോകുന്നത്. ടർബൈനിൽ ഔട്ട്പുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ എന്ത് WT എന്ന് കാണിക്കും. പുറത്തേക്കാണ് വർക്ക് പോകുന്നത്. യു ആർ ഒബ്റ്റൈനിങ് ദി ഔട്ട്പുട്ട് അറ്റ് ദ ടർബൈൻ. സോ അതിനെ ഞാനിവിടെ ഐ വിൽ ബി ഷോയിങ് ഇറ്റ് ആസ് WT. ആർ യു ക്ലിയർ അബൌട്ട് ദ പ്രോസസ്? ഇതാണ് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ PV ആൻഡ് TS ഡയഗ്രാം. TS ആൻഡ് PV ഡയഗ്രാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ചോദ്യം ഉണ്ടാവും. 101% ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ ആണോ PV ആൻഡ് TS ഡയഗ്രാം? Yes, sir. Yes, sir. ഓക്കെ, അടുത്ത അവറും കൂടി ഞാനാണ്. സോ ഫോർ ദ ടൈം ബീങ് വിൽ സ്റ്റോപ്പ് ഇറ്റ് നൗ. ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. എടുത്തിട്ട് വിൽ കണ്ടിന്യൂ ദ നെക്സ്റ്റ് അവർ.